മുണ്ടക്കയം കൊമ്പുകുത്തി തെക്കേമല കോഴിത്തോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷൈബു എന്ന ബസിന്റെ ഉടമ മുണ്ടക്കയം വണ്ടൻപതാൽ സ്വദേശി പുത്തൻപുരിക്കൽ VS അലിയാണ് തന്റെ ബസിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ നിന്നും ബക്കറ്റ് ഉപയോഗിച്ച പണസമാഹരണം നടത്തിയത്. ഞാൻ ഇങ്ങനൊരു ആവശ്യം എൻ്റെ മുമ്പിൽ ഉന്നയിച്ചപ്പോൾ അന്ന് മുതൽ തുടങ്ങി വെച്ച ഒരു നല്ല പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുകയും അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ വണ്ടിയിലെ യാത്രക്കാരും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളും ടീച്ചേഴ്സിൻ്റെയൊക്കെ അകമഴിഞ്ഞ ഒരു സഹകരണവും ഞാൻ മുമ്പ് ഇതുപോലെ ഇന്ന ദിവസം പിരിക്കുമെന്ന് നമ്മൾ സ്കൂൾ കുട്ടികളടക്കം പറഞ്ഞാൽ അന്ന് അവർ ST പൈസ പോലും ഒഴിവാക്കി 50ഉം 100ഉം 500ഉം കൊണ്ടുവരുന്ന പിള്ളേരും ടീച്ചേഴ്സും എനിക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അതിൽ കൂടുതൽ നന്ദി പറയാനുള്ളത് ഞാൻ 2014 മുതൽ ഈ ഒരു മേഖലയിൽ ബസ് പ്രസ്ഥാനത്തിൽ വന്ന് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മുണ്ടക്കയം മേഖലയിൽ ഇതുപോലെ സപ്പോർട്ട് തന്ന നമ്മുടെ ഇവിടുത്തെ മീഡിയകൾ അവരോട് അകമഴിഞ്ഞ നന്ദിയുണ്ട്. കാരണം മുണ്ടക്കയം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് സരിത ചികിത്സാ സഹായനിധി ഭാരവാഹികളായ ജില്ലാ പഞ്ചായത്ത് അംഗം PR അനുപമ, ചെയർമാൻ റോയി കപ്പിലുമാക്കൽ എന്നിവർ ചേർന്ന് VS അലിയാരിൽ നിന്നും പണം ഏറ്റുവാങ്ങി. ടൗണിലും സുമനസുകളുടെ സഹായം തേടി സരിതാ സന്തോഷിൻ്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായിട്ട് സഹായധനം സംഭരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഷൈബ് ബസ്സിൽ കയറി യാത്രക്കാരോട് ചോദിക്കുന്ന ആ സമയത്ത് നമ്മുടെ അലിയണ്ണം പറഞ്ഞു, നിങ്ങളൊരു ബക്കറ്റ് എൻ്റെ കയ്യിൽ താ, ഞാൻ എന്നാൽ കഴിയുന്ന പോലെ യാത്രക്കാരോടും അതുപോലെ മറ്റാൾക്കാരോടും പറഞ്ഞ് ഞാൻ സഹായധനം കളക്ട് ചെയ്ത് തരാമെന്ന്. ഇന്ന് അദ്ദേഹം 11,510 രൂപ യാത്രക്കാരുടെ കയ്യിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ നിന്നുമൊക്കെ ആയിട്ട് ഈ സഹായധന നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ്. സരിതാ സന്തോഷിൻ്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടക്കം മുതൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നമ്മളോടൊപ്പം തന്നെ നിന്നു. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷൈബു ബസ്സും അതുപോലെ അലിയണ്ണനും ഈ കാണിച്ചൊരു ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു മാതൃകാപരമായ പ്രവർത്തനമാണ്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവനെ ഒപ്പം ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതുതന്നെയാണ് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന കരുണയും സ്നേഹവും അതുപോലെ തന്നെ ദയയും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനോട് നീതി കാണിക്കാൻ അവർക്ക് സാധിച്ചു. അതിൽ 1 രൂപയാണെങ്കിലും നമുക്ക് ആ സഹായനിധിയിലേക്ക് കിട്ടുന്നത് അവരുടെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എന്നും മുന്നോട്ടും ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവരെപ്പോലുള്ള നല്ല മനസ്സിനുടമകൾ എന്നും ഉണ്ടാവട്ടെ, മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് മാത്രം പറയുന്നു. ബസ് കണ്ടക്ടർ അൽത്താഫ്, സതീഷ് എന്നിവർ ചടങ്ങിൽ പങ്കാളികളായി.